അൽഹംദുലില്ലാ നമ്മുടെ ഈ കൂട്ടായ്മ വളരെയധികം സന്തോഷമുള്ള ഒരു സംരംഭമാണ്. നമ്മുടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മറ്റു പല പ്രദേശങ്ങളിലേക്കും അൽഹംദുലില്ലാ നമ്മുടെ നന്മയുടെ ഈ വലിയ പ്രവർത്തനം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇതില് പൂർണ്ണമായും എന്ന് തന്നെ നമുക്ക് പറയാം, യുവാക്കളുടെ ഒരു സാന്നിധ്യം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഈ സന്നദ്ധത അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പീസ് വാലിയിൽ നമുക്കറിയാം, എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. പീസ് വാലിയിൽ ഞാൻ നെല്ലിക്കുഴിയുള്ള സമയത്ത് പല പ്രാവശ്യം അവിടെ പ്രോഗ്രാമുകൾക്ക് പോവാറുണ്ട്, രോഗികളെ സന്ദർശിക്കാനൊക്കെ ആയിട്ട് അവിടെ ഇടക്കിടക്ക് പോവാറുണ്ട്. അപ്പോ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഇത്രയും കൂടുതൽ ചാരിറ്റി അല്ലെങ്കിൽ രോഗികളെ, പാവപ്പെട്ടവരെ സേവിക്കുന്ന ഒരു സ്ഥാപനം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും വല്ലാത്തൊരു പ്രയാസം, അതിനേക്കാൾ കൂടുതൽ വലിയൊരു സന്തോഷം. അൽഹംദുലില്ലാ, ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയും അവിടേക്ക് ഇറങ്ങുകയും ചെയ്തത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇൻഷാ അള്ളാഹ് ഇന്ന് തൊട്ട് നമ്മുടെ ഈ നന്മ ചാരിറ്റിയുടെ വലിയൊരു ഭാഗമാവട്ടെ. പീസ് വാലിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നത് നമ്മുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്ത് ഇൻഷാ അള്ളാഹ് ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പോയി ഇൻഷാ അള്ളാഹ് മറ്റൊരു അടുത്ത ഘട്ടത്തിൽ നമ്മൾ പോയി അവർക്ക് പേയ്മെന്റ് കൊടുത്ത് അതിന്റെ ശേഷം അവർക്ക് ഭക്ഷണമായി തന്നെ നമ്മൾ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇൻഷാ അള്ളാഹ് ചിന്തിച്ചിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും സമുദായത്തിൽ കൂടുതൽ സ്ഥാനമുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ പടച്ച തമ്പുരാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ വലിയൊരു ദൗത്യത്തിലേക്കാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ ജമാഅത്തിന്റെയും അതുപോലെ നമ്മുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെയും ഒക്കെ പൂർണ്ണമായ പിന്തുണ, നിങ്ങളെ കൂടെ ഇറങ്ങി ഇൻഷാ അള്ളാഹ് പ്രവർത്തിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾ ഏത് സമയത്ത് ഏത് കാര്യം പറഞ്ഞാലും നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും ഈ വിഷയത്തിലുണ്ടാവും. നമ്മുടെ മഹല്ലിലെ ഓരോരുത്തരെയും ഈ കാര്യം പറഞ്ഞ് ബോധവൽക്കരിക്കാൻ കുമാറാവട്ടെ. ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവിധ ആശംസകളും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നേർന്നുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആയിട്ടില്ല. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻസറി ഗാർഡൻ ആണിത്. അപ്പോൾ ഇവർക്ക് നോർമലി സെക്ഷൻ എന്ന് പറഞ്ഞാൽ 9 to 5 സെക്ഷനാണ്, മൺഡേ ടു സാറ്റർഡേ. അപ്പോൾ 9 to 5 ടീച്ചേഴ്സ് ഉണ്ടാവും. ക്ലാസ് റൂമിൽ ഇവർക്കൊരു ജനറൽ അവയർനെസ് കൊടുത്ത് അങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ സെക്ഷൻസ് നമ്മളിവിടെ ക്ലാസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. 9 to 3 വരെ അവർ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. 3 o'clock തൊട്ട് നമ്മുടെ ഗാർഡനിൽ ഇവിടെ ആയിരിക്കും കുട്ടികൾ. ഇത് സെൻസറി ഗാർഡൻ ആണ്. ഇത് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന
ഒരു ഗാർഡനാണ്. അപ്പൊ നമ്മുടെ അവിടുത്തെ മക്കളൊക്കെ ഇപ്പൊ മോർണിംഗ് ടൈമിൽ ഇവിടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ മക്കള്. കുറച്ചുപേര് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട്. ഇത് അമ്പാടി ഇവിടെ നിന്ന് നോർമൽ സ്കൂളിൽ പോണ കുട്ടിയാണ്. പിന്നെ ഇത് അദ്നാൻ. ഹലോ ബാ പാത്തു, അമ്പലപ്പുഴ ഒന്ന് പാടിക്കേ. ആ ആ ആ ആ ബാക്കി പാടേ. അവൻ പാടും, അക്ഷയ് പാടും. കൂടെ കൂടിക്കോളാം, പഠിക്കാം. സേദികം പാടി. ആത്മാർത്ഥമായി ഞാൻ എന്നെ പിരിഞ്ഞു പോയില്ലേടി. മമ്മു ബാ, തരും, മമ്മുന് തരാം. മമ്മു വാ, തരാടെ കുഞ്ഞോ, മിഠായി തരൂ കേട്ടോ. വയസ്സിന് മേളിലുണ്ട്. പക്ഷെ ആള് ഡിസബിലിറ്റി CP പേഷ്യന്റ് ആണ്. ഇപ്പൊ ഫീഡ് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ കെയർ ടേക്കർ ചേച്ചിമാര് തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം അവന്. നോർമൽ ഒരു ഡെവലപ്മെന്റ് ഉള്ള മോനല്ല. നമുക്കൊരു കുഞ്ഞു മോളോടെ ഉണ്ട്, ഹന്നാമേരി. ആള് ഡിപ്പാർട്ട്മെന്റിലുള്ള. ഇനി നമുക്കുള്ളത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന മക്കളാ. അതായത് നമ്മുടെ ചിൽഡ്രൻസ് വില്ലേജിന്റെ അകത്ത് തന്നെ 9 to 5 മൺഡേ ടു സാറ്റർഡേ ക്ലാസ് റൂം സെക്ഷൻ ഉണ്ട്. അവിടെ വരുന്നവരാണ്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റിലുള്ളവര് കിടക്കുന്ന രോഗികള്, അവർക്ക് ഏജ് വൈസ് കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ എന്നാലും അവര് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരുന്നവരാണ്. കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികൾ. ഇവരാണ് നമുക്ക് ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ കൂടെ ഉള്ളത്. ഇത് ഷിജു ചേട്ടൻ, അത് ആദിൽ, ഇവരാണ് കെയർ ടേക്കേഴ്സ് അവിടുത്തെ. ഇവരാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. രാവിലെ ഫുഡ് കൊടുക്കുന്ന, പല്ല് തേപ്പിക്കുന്ന, കുളിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവരാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഇപ്പൊ പീസ് വാലിയുടെ ഫുൾ കോർഡിനേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നേക്കുന്ന ആൾക്കാർ നമ്മുടെ കെയർ ടേക്കേഴ്സ് ആണ്. കെയർ ടേക്കേഴ്സും ക്ലീനിങ് സ്റ്റാഫും ഉള്ളത് കൊണ്ടാണ് നമുക്കിത് ഇത്രയും മെയിൻറ്റെയിൻ ആയിട്ട് പോവാൻ പറ്റുന്നത്. നിലവിൽ നമുക്ക് അങ്ങനെ ഷോർട്ടേജ് ഉണ്ട് കെയർ ടേക്കേഴ്സിന്റെ. അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. മിഠായി തരും. എന്താ ഇപ്പൊ ഇവരൊക്കെ അതില് 8 to 5 ആണ്, 8 to 8 ആണ്. 5 പറ, ജീവിയാന്ന് പറ, ക്ലാസ്സിൽ പോണ്ടെന്ന് പറ. ആ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു. സാർ വിളിച്ചേർന്നാണ്. ഓക്കെയാണ്. വെച്ച് പ്രെയർ ഉണ്ടാവും, നാഷണൽ ആന്തം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ നിലവിൽ ഇവർക്ക് ഇവിടെ ഒരു ട്രെയിനിങ് പോലെ കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ, ഇവർ നോർമൽ കുട്ടി പോലെ ചിന്തിക്കുന്നവരോ പ്രവർത്തിക്കുന്നവരല്ല. അപ്പൊ ഇവർക്ക് എല്ലാത്തിനെ പറ്റിയുള്ള ഒരു ജനറൽ അവയർനെസ് ആണ് നമ്മൾ ഇവരുടെ ക്ലാസ് റൂം സെക്ഷനിൽ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവര് എന്താണോ ചില കുട്ടികളുണ്ട്, അവർക്ക് ചില കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏതാണോ അവൈലബിൾ ആയിട്ട് അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ ഫൈൻഡ് ചെയ്ത് അതിനൊരു ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്ന രീതിയിൽ കൊണ്ടുവരുന്ന സെക്ഷൻസ് ആണ് ഇപ്പൊ നിലവിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ ചെറിയ മോള്, ഹന്ന മോള്. ആൾക്കിപ്പോ 2 വയസ്സുണ്ട്. പക്ഷെ ആ 2 വയസ്സിൻ്റെതായ ഡെവലപ്മെന്റ് ഉള്ള മോളല്ല. ഇവിടെ ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികൾ, ഇവര് ക്ലാസ്സിൽ പോകുന്നവരല്ല. ഇവര് ഫുൾ ടൈം റൂമിൽ തന്നെ ഉണ്ടാവും. ഇവർക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ക്ലാസ് സെക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന, അതിന് ഏബിൾ ആയിട്ടുള്ളവരല്ല. അവിടെ പോയി നമുക്ക് ഇരുത്തണമല്ലോ. അങ്ങനെ. അമ്പാടി, ഇത് ജിത്തു കുഞ്ഞോ, ജിത്തുവോ എണീറ്റേ. എന്തേ
ജിത്തുവിന് 21 കിട്ടുന്ന ഇത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ കേസായിരുന്നു. വണ്ണപ്പുറം ആ ഒരു ഏരിയയിൽ നിന്നാണ് ജിത്തുവിനെ നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷെ ആളെ സെക്കൻഡ് പേരൻസ് ആണ് ആളെ ആട്ടിൻകൂട്ടിൽ ഇട്ടേക്കാറ്. നമ്മൾ ചെന്ന ആളെ എടുക്കുന്ന ടൈമിൽ ഒരു സൈഡിലൊക്കെ ചെതല് പിടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ വന്ന് മണ്ണൊക്കെ ഭക്ഷിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ജിത്തു. പിന്നെ ഇവിടെ വന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ കൊടുത്തു നോക്കി. പക്ഷെ ആൾക്ക് ഇപ്പൊ കണ്ടിന്യൂസ് ഫിക്സ് സീഷർ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഫിസിയോതെറാപ്പി കൊടുക്കണ്ട എന്നാ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഫിസിയോ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ നിലവിൽ അവന് വേറെ സെക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഭക്ഷണമൊക്കെ കഴിക്കും. വെച്ചിട്ട് പോകാൻ പറ്റുന്ന കുട്ടിയല്ല. അവൻ അത്ര ഹൈപ്പർ ആയിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ടൊന്നും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു റൂം കൊടുത്തു. റൂമിലെ വാഷ് ബേസിൻ അടക്കം ടോയ്ലറ്റ് അടക്കം ഒക്കെ അവൻ ഇടിച്ച് പൊട്ടിച്ച് ലോക്കൊക്കെ കളഞ്ഞു. അങ്ങനെ ഭയങ്കര സിവിയർ കേസായിരുന്നു. സൈക്യാട്രിക് ഇഷ്യൂ ഉള്ള കുട്ടിയാണ്. പക്ഷെ അവൻ ഇവിടെ വന്നു ഒരു 6 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നോർമൽ കുട്ടിയായി. ഇപ്പൊ ഇവിടെ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ അവനെ നമ്മൾ എടുത്തിട്ട് വരുന്ന ടൈമിൽ ഇതുപോലെ അവൻ ഡ്രസ്സൊന്നും ഇടില്ലായിരുന്നു. ഈ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ പോലെ ഒരു പാത്രത്തിൽ അമ്മ ജോലിക്ക് പോകുമ്പോൾ, അമ്മയ്ക്കും നിവർത്തികേടുള്ള ആളാണ്, ജോലിക്ക് പോകുമ്പോൾ ഇവിടെ ഭക്ഷണം ഇട്ട് കൊടുക്കും. ടോയ്ലറ്റിൽ പോണതും അതിൻ്റെ അകത്ത് തന്നെ, കുളിപ്പിക്കുന്നതൊക്കെ മോട്ടർ അടിച്ച് ആ ഒരു കണ്ടീഷനിലായിരുന്നു സിറ്റുവേഷൻ. ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പേരൻസിന് ഇവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ഫിറ്റ്നസ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു പേരന്റ് അവിടെ സ്റ്റക്കായിട്ട് നിന്ന് പോകേണ്ടി വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ തന്നെയും ഇവനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഏൽപ്പിക്കേണ്ടി വരും. ഈ ഏൽപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ നല്ലൊരു എമൗണ്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസും സ്ട്രഗിളിലോട്ട് പോവും. നമ്മൾ കുറെ കേസുകൾ ഇപ്പൊ ഈ ചിൽഡ്രൻസ് വില്ലേജ് തുടങ്ങാൻ തന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ന്യൂസുകൾ നമ്മൾ ഈ കേരളത്തിൽ എടുത്തു കഴിഞ്ഞപ്പോൾ പേരൻസ് ആയിട്ട് തന്നെ ഇതുപോലെ ഡിസബിലിറ്റി ഉള്ള മക്കളെ കൊന്നു കളയുന്ന ഒരു സ്റ്റേജിലോട്ടൊക്കെ വന്നു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട്, നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരിക്കാം ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. ഇപ്പൊ നമ്മള് സമൂഹം എന്നുള്ള നിലയിൽ ഇവരെ പുറത്തോട്ട് വിടുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മുടെ ആൾക്കാര് അവരെ എന്ത് ചെയ്യും, ഓവറായിട്ട് ഫോക്കസ് ചെയ്യും, ശ്രദ്ധിക്കും. അത് തന്നെ അവരുടെ പേരൻസിന് എന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അപ്പോ അങ്ങനെ പല സിറ്റുവേഷൻസ് കൊണ്ട് ഇവിടെ ആക്കുന്നവരുണ്ട്. ചിലര് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ ഒരു, അതും നമ്മുടെ തൊട്ടടുത്തുള്ള ഈ പ്രദേശങ്ങൾ തന്നെ. ചിലർക്ക് ക്രാഫ്റ്റ് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ചില ഇതൊക്കെ ഉണ്ടാക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും പെയിന്റിങ്ങിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് സെക്ഷൻ ഉണ്ട്. പിന്നെ ഒരു മ്യൂസിക് ഹാൾ ഉണ്ട്. പിന്നെ നമ്മൾ ഈ റോഡ് പോലെ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പുറത്ത് പോയി ഒരു ജനറൽ അവയർനെസ് അവർക്ക് ഇല്ല പുറത്തെ പറ്റി. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു എല്ലാത്തിനെ പറ്റിയുള്ള ഒരു അറിവ് കൊടുക്കാനായിട്ട് നമ്മളിവിടെ മെയിൻ ആയിട്ട് സൈൻ ബോർഡ്സ്, ഇപ്പൊ വുമൺ ടോയ്ലറ്റ്, മെൻ ടോയ്ലറ്റ്, അങ്ങനത്തെ ചില സൈൻ ബോർഡ്സ് കൊടുത്തിട്ട് അവർക്കൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇപ്പോൾ വൈറ്റ് ക്രോസ് ആണ്, അതിൽ കൂടെ പാസ് ചെയ്യാം. അങ്ങനത്തെ ഒക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ ടീച്ചേഴ്സ് നിലവിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ 1 to ഈ പറഞ്ഞ 9 to 3 സെക്ഷനിൽ ഒരു 2 സെക്ഷൻസ് ഒക്കെ ഇവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ഇത് മ്യൂസിക്. അപ്പൊ ഒരു കുട്ടിയുണ്ട്, അവൻ എങ്ങനെ തട്ടിയാലും അത് എന്തെങ്കിലും ഒരു ടോൺ ആയിട്ടേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഏതാണോ ഇൻട്രസ്റ്റ് അതുപോലെ ഒരു മിനി ജിമ്മ്. ഇതൊരു മ്യൂസിക്, ഒരു DJ പോലെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഹോളാ ചെറിയ രീതിയിൽ, അവർക്ക് ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇത് ലോക്ക് ചെയ്തേക്കാം. ഇത് നമ്മുടെ സൈൻ ബോർഡ്, ജനറലി നമുക്ക് കിട്ടേണ്ട കുറച്ച് ഇൻഫോർമേഷൻസ് സൈൻ ബോർഡ്സ് സെറ്റ് ചെയ്തേക്കുന്ന. അപ്പൊ അത് വെച്ചിട്ട് അവരോട് ചെയ്യണ്ടാത്തത് ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ തന്നെ നമ്മളൊരു ഒരു സ്റ്റോർ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങുക, അതിന്റെ ബാലൻസ് മേടിക്കുക, ആ ഒരു രീതിയിലൊക്കെ ഒരു ട്രെയിനിങ്ങും കൂടെ നമ്മളിവിടെ കൊടുക്കണ്ട്. ഇതാണ് മൊത്തം ചിൽഡ്രൻസ് വില്ലേജ്. നിലവിൽ നമുക്കിവിടെ 150 അക്കോമഡേഷൻ അവൈലബിൾ ആണ്. 150. വെള്ളമുണ്ടേ. ഇത് നമ്മുടെ നിർഭയ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ നമ്മൾ ഗസ്റ്റ് എൻട്രി ഉള്ളതല്ല. അത് മെയിൻലി വുമൺസ് ആണ്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റേപ്പ് വിക്ടിംസ് ആയിട്ടുള്ളവര് CWCയുടെ അണ്ടറിൽ നിന്ന് വരുന്ന ചില കേസുകൾ, ബിലോ 18 കുട്ടികൾ, അങ്ങനത്തെ കേസുകളാണ്. പിന്നെ ഉള്ളത്
ആരും ഇല്ലാത്ത മെന്റലി ഇഷ്യൂസ് ഉള്ളവര്, അങ്ങനത്തെ ഉള്ള നടക്കുന്ന രോഗികള്, സ്ത്രീകളാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമ്മൾ അതിനൊരു ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഇപ്പൊ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തുള്ള ഗവൺമെന്റ് നിർഭയ പോലെ തന്നെ ആക്റ്റീവ് ആക്കി വരാൻ. ഇപ്പൊ അതിന്റെ ഇനാഗുറേഷൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 9 monthsന് മേളിലായി. ഇപ്പൊ നിലവിൽ അവിടെ ഒരു 56 ഇൻമേറ്റ്സ് ഉണ്ട് നമുക്ക്. പിന്നെ അടുത്തതാണ് നമ്മുടെ തണൽ സൈക്യാട്രിക്, ന്യൂറോ സൈക്യാട്രിക് ഹോസ്പിറ്റല്. അവിടെ നിലവിൽ ഇപ്പൊ നമുക്ക് 90 അഡ്മിഷൻ ഉണ്ട്. അത് സിവിയർ ആയിട്ടുള്ള മെന്റൽ ഇഷ്യൂസ് ഉള്ളവരും പിന്നെ നമ്മുടെ എന്താണ് ഡ്രഗില് അഡിക്റ്റ് ആയിട്ടുള്ള ഡി അഡിക്ഷൻ സെന്ററും കൂടെയാണ് നിലവിലത്. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ പേയ്മെന്റും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇല്ലേ, സൈക്യാട്രി പ്ലസ് ഡി അഡിക്ഷനാ, അത് 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചേക്കുക. സൈക്യാട്രി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരുടെ എല്ലാ ഡിസബിലിറ്റീസും അതിനകത്ത് പെടും. ഇപ്പൊ ADHD ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടീനെ ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ മറ്റു കുട്ടികളുടെ കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലാത്തവരുണ്ട്. അവിടെ ഇപ്പൊ 9 വയസ്സ് 11 വയസ്സുള്ള മക്കളൊക്കെ ഉണ്ട്. ഇല്ല, അതിനകത്ത് ഒരു 14 വയസ്സുള്ള ആളായിരുന്നു ഏറ്റവും ബിലോ ആയിട്ടുണ്ടായിരുന്നു വന്നേക്കുന്ന ആള്, തിരിച്ചു പോയി. അപ്പോ ഫോൺ അഡിക്ഷൻ ഉള്ളവരും ഉണ്ട്. അതിന്റെ പേരിൽ ഈ പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവ് ആയി പോയ കുട്ടികളും വരാറുണ്ട്. അപ്പോൾ നിലവിൽ അതാണ് നമ്മുടെ 2 ഡിപ്പാർട്ട്മെന്റ്. പെയ്ഡ് മാത്രം സൈക്യാട്രിയിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യണേ. നിലവിൽ മൊത്തത്തിൽ നമുക്കൊരു 650 ഇൻമേറ്റ്സ് ഉണ്ട്. തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ നിലവിൽ ഇപ്പൊ നമുക്കൊരു 150ഓളം കുട്ടികൾ ഇപ്പൊ ഡെയിലി ഇവിടെ വന്ന് ഒരു 1 വീക്കില് സെക്ഷൻസ് എടുത്ത് തിരിച്ചു പോകുന്നവരാ. അപ്പൊ പേരൻസ് കൂടെ ഉണ്ടാവും. 9 to 5 ആ സെക്ഷൻ. അപ്പൊ അതിനകത്ത് അവർക്ക് 2 hours വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ സെക്ഷൻ കൊടുക്കുക. ഇവിടെ 1 to 1 ആ, ഒരു കുട്ടിക്ക് ഒരു സ്റ്റാഫ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ നിലവിൽ ഇവിടെ സെക്ഷൻ കൊടുക്കുന്നത്. അപ്പം മൊത്തം ഒരു 150 കുട്ടികൾ ഇപ്പൊ കറന്റ്ലി നമുക്ക് ചെയ്ത് പോകണ്ട്. ഒരു 250ഓളം ഇപ്പൊ നിലവിൽ ഇവിടെ നിന്ന് സെക്ഷൻ ചെയ്ത് പോയവരുണ്ട്. പിന്നെ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്പീച്ച് മാത്രമായിരിക്കും ഇഷ്യൂ ഉള്ളവർ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്പീച്ച് തെറാപ്പി ചെയ്ത് ഡെവലപ്പ് ആയിട്ട് നോർമൽ സ്കൂളിലോട്ട് തന്നെ അഡ്മിഷൻ പോകുന്നവരും ഉണ്ട്. പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഒരു സ്കൂൾ ഫെസിലിറ്റി പോലെയാണ് കൊടുത്തേക്കുന്നത്. അതായത് അവരെ ക്ലാസ്സിൽ ആ ഒരു ടൈം മാനേജ്മെന്റിൽ ഇരുത്തി ആ ടൈമിൽ ഫുഡ് കഴിച്ച് ആ ഒരു രീതിയിൽ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരു സ്കൂളിലോട്ട് എൻ്റർ ആക്കാം എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇവിടുത്തെ സെക്ഷൻ. ഇത് നമ്മുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആണ്, PMRHC, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇവിടെ നിലവിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി വരുന്നവര്, പിന്നെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി വരുന്നവര്, സ്ട്രോക്ക് വരുന്നവര്, പിന്നെ ഹൈറ്റ് ഫോള്, ഇപ്പൊ ഹൈറ്റിൽ നിന്നൊക്കെ മരത്തിൽ നിന്ന് വീണവര്, പിന്നെ അങ്ങനെ സ്പൈനൽ കോഡാണ് മെയിനായിട്ട് നമുക്കിവിടെ അഡ്മിഷൻസ് വരാറ്. ഇവർക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇവർക്കും Monday to Saturday ആണ് സെക്ഷൻ. സൺഡേ അവർക്ക് ഫ്രീ ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു 26 റൂം ഇപ്പൊ നിലവിലുണ്ട്, 25 റൂം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവരുടെ ബൈസ്റ്റാൻഡേഴ്സ് കൂടെ ഉണ്ടാവും. പേഷ്യന്റിന്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർക്ക് ഇവിടെ നിൽക്കാം. ആളാണ് ഫിസിയോതെറാപ്പി. ഒരു മിനിറ്റ്, ഹലോ, സ്റ്റാൻഡേർഡ്സ് ഇവിടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒരു 1 month or 2 month നമുക്ക് അക്കോമഡേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇവരെ തിരിച്ച് വീട്ടിലോട്ട് വിടും. അപ്പൊ അതിനുള്ളിൽ ചിലരെന്ത് ചെയ്യും, പെട്ടെന്ന് റിക്കവറി സ്റ്റേജിലോട്ട് വരുന്നവരുണ്ട്. കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റാതെ, ഫുഡിന് ട്യൂബിട്ട് യൂറിൻ പാസ് ചെയ്യണത് അറിയാതെ, സെൻസേഷൻ ഇല്ലാതെ അങ്ങനെ വരുന്ന കേസുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഈ 1 month ട്രീറ്റ്മെന്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് റിക്കവർ ആയിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അതല്ല, ഇനി ചില കേസുകൾക്ക് ടൈം എടുക്കും. അതായത് അഫക്ട് ചെയ്യുന്ന ഏരിയ അനുസരിച്ച് ഇവർക്ക് ടൈം മാറ്റം വരും. അപ്പൊ അങ്ങനെ ഉള്ള കേസുകളിൽ നമ്മൾ ഈ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് ഈ എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചിലർ വന്നു പോകും. ഇവിടുന്ന് ഇൻപേഷ്യന്റ് ആയിട്ട് നിന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം വീട് അടുത്തുള്ളവരൊക്കെ ഡെയിലി വന്ന് അങ്ങനെ സെക്ഷൻ എടുത്ത് പോകുന്നവരും ഉണ്ട്. പിന്നെ ഇപ്പൊ നിലവിൽ നമുക്ക് ചില കേസുകൾ ഇവര് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ വീൽ ചെയറിലോട്ട് കംപ്ലീറ്റ്ലി ആയി പോകും. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരെ ആ ഒരു സ്റ്റേജാണ് അവർക്ക് ഇനി പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു അവയർനെസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്ത് ലൈഫിൽ വന്നാലും. അവരൊക്കെ നമ്മളെ പോലെ ഓടിപ്പാഞ്ഞ് നടന്നവരാണ്. സഡൻ ഒരു സിറ്റുവേഷനിൽ സ്ട്രോക്ക് വരുകയോ ആക്സിഡന്റ് സംഭവിക്കുകയോ സ്പൈനൽ കോഡ് ഇഞ്ചുറി ചെയ്തതായിരിക്കാം.
അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ബോധം അവർക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് ഇനി വീൽ ചെയർ ആണ് പറ്റുള്ളൂ എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടാക്കി കൊടുത്ത് അതിലിരുന്ന് അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ നിലവിൽ ഇവിടെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൻലി റെഫറൻസ് വരുന്ന രാജഗിരി എന്ന് വരാറുണ്ട്, പിന്നെ ആസ്റ്റർ മെഡിസിറ്റിന്ന്, പിന്നെ ലിസി ഹോസ്പിറ്റലിൽ ഒരു ഷിജിമേഡ്. ഇവര് 3 പേരുമാണ് ഇങ്ങോട്ട് റെഫറൻസ് ചെയ്ത് ഫിസിയോതെറാപ്പിക്ക് ആയിട്ട് ആൾക്കാര് വരാറ്. അവരിവിടെ ഇൻമേറ്റ്സ് ആയിട്ടുണ്ട്. താഴെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും 3rd ഫ്ലോറും ഇവരുടെ അക്കോമഡേഷൻ റൂം സ്പേസാ. ഓരോ പേഷ്യന്റിനും ഓരോ റൂം. ഇത് ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ബെഡിലും പേഷ്യൻസ് വരുമല്ലോ, 25 പേര് ഹോളിലോട്ട് വരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ്. ഇതും ഇപ്പൊ നമ്മള് പിന്നെ കുറച്ച് സ്ക്രീനിങ് വെച്ചു തുടങ്ങി ഇപ്പൊ റീസെന്റ്. കാരണം നമുക്ക് ഈ 6 ബ്ലോക്ക് വർക്കിംഗ് ആയപ്പോ നമ്മുടെ ഈ ഡെയിലി എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കറണ്ടിന്റെ, വെള്ളത്തിന്റെ, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ. ഇപ്പോഴും നമുക്ക് വാട്ടർ ഷോർട്ടേജ് ഉണ്ട്. കിണറുണ്ടെങ്കിലും പുറത്തുനിന്ന് വെള്ളം അടിച്ച് വരും. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിലോട്ട്, വീട്ടിലോട്ട് എടുക്കുന്ന പോലെയല്ല, ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇപ്പൊ 1.5 ലക്ഷം ലിറ്ററോളം വെള്ളം ചെലവാകും ഒരു ദിവസം. പിന്നെ യൂഷ്വലി ഇവരൊക്കെ ബെഡ് റിഡൻ തന്നെ, ടോയ്ലറ്റ് ഒക്കെ പോകുന്നവരാ. അപ്പൊ അത്രയും വാട്ടർ യൂസേജും കൂടുതലായിരിക്കും, കറണ്ടിന്റെ യൂസേജും കൂടുതലായിരിക്കും. അപ്പൊ ഡെയിലി ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതുപോലെ വിസിറ്റേഴ്സ് വരുന്നു, ഗസ്റ്റ് ആയിട്ട് വരുന്നവരാണ് മെയിൻലി ആ ഒരു എക്സ്പെൻസ് ഡീൽ ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമ്മള് സ്ക്രീനിങ് വെച്ചു തുടങ്ങിയാന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളിത് തുടങ്ങിയപ്പോ തൊട്ട് ഇത് ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ്. ഫോർ ലിഫ്റ്റ് വേണം. ഓക്കെ. അതെന്താ വരാ 4th ഫ്ലോർ ഇട്ടാ. അല്ലാ, ഡിപ്പാർട്ട്മെന്റിലെ അവര് വിസിറ്റിംഗ് വരും. അപ്പൊ ഒന്ന് പെട്ടെന്ന് ആ എൻട്രൻസ് ഒന്ന് ക്ലീൻ ചെയ്തിരുന്നേ. ഈ പീസ് വാലിയിൽ വരുന്ന സന്ദേശം പീസ് വാലിയുടെ പറയലുണ്ട്. സാധാരണ ചെയർമാനാണ് പറയണം, അദ്ദേഹം ഒരു അത്യാവശ്യ ഒരു യാത്രയിലാണ്. അതുകൊണ്ട് ഞാൻ ഹമീർന്ന് എന്റെ പേര്, വീട് പെരുമ്പാവൂർ വട്ടക്കാറ്റൂടിയിലാണ്. നിങ്ങൾ മറ്റേ ചേലക്കുളം മറ്റേ റോഡ് സൈഡിലുള്ള പള്ളിയല്ലേ? നിങ്ങളെ കിട്ടിയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ടാകുന്നത്, ഈ പീസ് വാലി എന്ന് പറഞ്ഞാൽ വലിയൊരു ലോക അത്ഭുതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ, ഏകദേശം ഒരു 15 വർഷം മുമ്പ് ഈ പീസ് വാലിക്ക് തറക്കല്ലിട്ട ദിവസമുണ്ട്. അന്ന് ഏകദേശം പാണക്കാട് ഒരു തങ്ങൾ വന്ന് ഇവിടെ ഈ കാണുന്ന ഷേപ്പിലല്ലേ സ്ഥലം വരുന്നത്. ഇവിടെ ഇങ്ങനെ വലിയ 20ഓളമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾക്ക് വേണ്ടി വലിയൊരു സ്ഥാപനം പണിയണമെന്ന് പറഞ്ഞതിന്റെ ചെയർമാൻ അന്ന് ഇവിടെ കാട് പോലെ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു തറക്കല്ലിൽ ചടങ്ങ് വെച്ചിട്ട് അന്ന് ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി ഒരു തറക്കല്ലിട്ട ദിവസം ഒരു ഞായറാഴ്ച വൈകുന്നേരം അന്ന് വലിയൊരു മഴ പെയ്ത് ആ ടാർപ്പായൊക്കെയാണ് പറന്നുപോയി. ആളുകളൊക്കെ വിഷമിച്ചിങ്ങനെ കയറി നിൽക്കാൻ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് തറക്കല്ലിട്ടിട്ട് അന്ന് കൂടി നിന്നവരൊക്കെ വിചാരിച്ചു ഈ പറയുന്ന അബൂബക്കറിന് എന്തോ വട്ടാണെന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം അള്ളാഹുവിന്റെ വലിയൊരു ഇടപെടലും ചെയർമാന്റെ വലിയൊരു ഇച്ഛാശക്തിയും കൊണ്ട് ഇന്ന് ലോക അത്ഭുതമായിട്ട് പീസ് വാലി മാറി എന്നുള്ളതാണ്. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 50ഓ 75ഓ പേർക്ക് കിടത്തി ചികിത്സിക്കുന്ന, ജീവിതത്തിൽ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏകദേശം ഒരു 10ഓ 70ഓ മനുഷ്യരെ കിടത്തി ചികിത്സിക്കാൻ പാകത്തിന് തുടങ്ങിയ ഒരു സ്ഥാപനം 5 വർഷങ്ങൾക്ക് ശേഷം 1000 രോഗികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഉയർന്നൊരു സ്ഥാപനമായിട്ട് മാറിയെന്നുള്ളതാണ്. അതിന്റെ പിന്നില് ഇതിന്റെ പ്രവർത്തകർ പറയുമ്പോൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്ന കാരണം, ഇത് ഈ കാണുന്ന സംവിധാനങ്ങളെല്ലാം മാതാപിതാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സ്നേഹോപഹാരമാണ്.
നമ്മള് താജ്മഹലിനെ പറ്റിയൊക്കെ കേട്ടണം. ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പത്നിക്ക് വേണ്ടി ലോകാത്ഭുതമായിട്ട് താജ്മഹൽ പണിതെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച സ്നേഹോപകാരമായി കാണുന്നതെല്ലാം, ഈ സംവിധാനങ്ങളെല്ലാം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ കൊടുക്കാം. അപ്പൊ അതിലേതോ ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയാവാം ഈ പീസ്മാരുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരോടും പീസ്മാരുടെ സന്ദേശമായിട്ട് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം വീടുകളിൽ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടുത്തെ ചെയർമാൻ പറയും പോലെ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് വലിച്ചെറിയുന്നത് പോലെ മാതാപിതാക്കളെ വലിച്ചെറിയുന്ന കാലഘട്ടത്തിൽ പീസ്മാരിക്ക് പറയാനുള്ളത്, ചാരിറ്റി, നിങ്ങൾ വലിയ ചാരിറ്റി നടത്തുന്നവരാണ്, ചാരിറ്റി വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണെന്നുള്ളതാണ് പീസ്മാരിയുടെ ഏറ്റവും വലിയ സന്ദേശം. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പരിഗണിക്കുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പരിഗണിച്ചിട്ടേ പീസ്മാരിലേക്ക് വരാവുള്ളൂ എന്നുള്ളതാണ് പീസ്മാരിയുടെ കാഴ്ചപ്പാട്. ഒരു മാതാപിതാക്കളും നമ്മുടെ വീടിന്റെ അകത്ത്, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെയൊക്കെ മാതാപിതാക്കള് അനുഭവിച്ച ത്യാഗങ്ങളൊന്നും നമുക്കിന്നില്ല. നമ്മൾ വളരെ സുഖലോലുതയും ജീവിക്കാം. നമ്മുടെയൊക്കെ മാതാപിതാക്കള് അവരുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചപ്പോഴാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന രീതിയിലേക്കുള്ള വലിയ സുഖ സൗകര്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയത്. അപ്പോ മാതാപിതാക്കളെ പരിഗണിക്കുക. രണ്ടാമത് പറയുന്നത് മരണപ്പെട്ടുപോയവർക്ക് ഒരു പ്രാർത്ഥിക്കുക. ഇതാണ് പീസ്വായുടെ ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം എന്താ വെച്ചാൽ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനാണ് നമ്മൾ പീസ്വായിൽ വരുന്നത്. ഈ പീസ്വാലിയുടെ വളർച്ചയുടെ പിന്നീട് ഒരു കാരണം പറയുന്നത്, ഇവിടെ കിടക്കുന്ന രോഗികളുടെ പ്രാർത്ഥനയെ കുറിച്ചാണ്. നമ്മളൊക്കെ പല രോഗങ്ങളും വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് വാങ്ങും, വീട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷെ പീസ്വാലിയുടെ രോഗികൾ അങ്ങനെയല്ല. പീസ്വാലിലെ രോഗികൾ നമ്മൾ കണ്ട വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു ജീവിതം മുഴുവൻ കിടക്കയിലായിപ്പോയവരാണ്, അല്ലെങ്കിൽ ഒരു ജീവിതം മുഴുവൻ വീൽ ചെയറിലായിപ്പോയവരാണ്, അല്ലെങ്കിൽ ആ രോഗിയായി അന്ന് മുതൽ ഡയാലിസിസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ മാനസികത തെറ്റി അന്ന് മുതൽ എന്നും മാനസിക രോഗികൾ, അവരുടെ അസുഖം മാറിയില്ല. ഇവിടെ വന്ന രോഗികളൊക്കെ മരണം വരെ രോഗികളാണ്. നമ്മുടെ മാതിരി ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ച് ഒരാഴ്ചക്ക് എന്റെ പനി മാറി, അല്ലെങ്കിൽ ചുമ മാറി, അല്ലെങ്കിൽ എന്റെ കാലുവേദന മാറി എന്ന് പറയുന്ന രീതിയിലുള്ള രോഗികളല്ല പീസ്വാലി കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന രോഗികളെ മരണം വരെ ഒരു ഈ രോഗ അവസ്ഥയിലുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കസേരയിൽ ഇരിക്കുകയാണ്. ഇവിടെ കിടക്കുന്ന രോഗികൾ വീൽ ചെയറിലിരിക്കുന്നു. നമ്മളെല്ലാവരും 8 ഇഞ്ചിന്റെ 10 ഇഞ്ചിന്റെ ഒക്കെ ബെഡിൽ കിടക്കുന്നവരാണ്. ഇവിടെ കിടക്കുന്ന രോഗികൾ വാട്ടർ ബെഡിലും എയർ ബെഡിലൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന രോഗികളുടെ, അല്ലെങ്കിൽ ആ രോഗികളെ പരിചരിക്കുന്നവരുടെ ഒരു പ്രാർത്ഥനയാകാം പീസ്വാലിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നിന്നുള്ളതാണ് പീസ്വാലിയുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ എന്തിനാണ് പീസ്വാലി? ഞങ്ങളൊക്കെ ഒരു 5 കൊല്ലമായിട്ട് സത്യത്തില് നമ്മൾ കുടുങ്ങിപ്പോയി എന്ന് പറയുന്നത്, സത്യം അറിഞ്ഞ് കുടുങ്ങിപ്പോയി എന്ന് പറയുന്നത്. പീസ്വാലിൽ വന്ന് പെട്ട് ഇവിടുത്തെ വളണ്ടിയറായാൽ ഇവിടെ കുടുങ്ങിപ്പോയി. അത്രയ്ക്കും ത്യാഗം അനുഭവിക്കുന്ന രോഗികളാണ് ഇവിടെ കിടക്കുന്നവരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു കിഡ്നി രോഗിയായ ഒരു ഉമ്മ പറഞ്ഞ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു വീട്ടില് ഒരു വാപ്പ കിഡ്നി രോഗിയായി. അപ്പൊ നമ്മുടെയൊക്കെ നാടുകൾ നമ്മളൊക്കെ ഇപ്പൊ പോകുമ്പോൾ കാണുന്ന പോലെ എല്ലാ സ്ഥലത്തും ഫ്ലെക്സ് വെച്ച് പൈസ പിരിച്ച് അവർക്ക് കിഡ്നി മാറ്റി വെച്ച് കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ. ഇതുപോലെ തന്നെ ഈ വാപ്പാക്ക് ഏതാണ്ട് 10-35 ലക്ഷം രൂപ പിരിച്ച് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ചു. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് കിഡ്നി ഫെയിലിയറായി വീണ്ടും അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഏകദേശം അദ്ദേഹത്തിന്റെ 2 പെൺകുട്ടികളിൽ ഉള്ളതിൽ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സ് പ്രായമായപ്പോൾ പെൺകുട്ടിയുടെ കിഡ്നി ഫെയിലിയറായി. അങ്ങനെ ഒരു വീട്ടില് വാപ്പയും മകളും ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ.
അങ്ങനെ പോകുന്നതിനിടെ അവരുടെ രണ്ടാമത്തെ മകള് 18 വയസ്സായപ്പോ ആ കുട്ടിയുടെ കിഡ്നി ഫെയിലിയർ ആയിപ്പോയി. അങ്ങനെ 3 കിഡ്നി രോഗികളുള്ള 3 ഡയാലിസിസ് രോഗികളുള്ള ഒരു വീട്ടിലെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ ഒരിക്കൽ ചോദിച്ചു, എന്താണ് അള്ളാഹു ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആ ചോദ്യത്തിന് നമുക്ക് ഒരു മറു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളുടെ വിഷയത്തിൽ ഇടപെട്ട് നമുക്കൊക്കെ ഏത് സമയത്തും ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരാം. ഒരു കൊല്ലം മുമ്പ് മുതുകാട് എന്ന് പറഞ്ഞ വലിയ ചാരിറ്റി നടത്തുന്ന ഒരാൾ ഇവിടെ വന്നൊരു പ്രസംഗം നടത്തി. അന്ന് ഈ ഹോളിൽ ഒരു 400ഓളം ആളുകളുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും ഞെളിയണ്ട, ഈ ഇരിക്കുന്നവരാരും ഞെളിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ, ഈ ഇരിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഒരു 10% അതായത് ഒരു 50 ആളുകൾക്ക് പെട്ടെന്നൊരു രോഗം വന്ന് ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ പറ്റി മരിച്ചു പോകാം. ബാക്കി ഇരിക്കുന്ന എല്ലാവരും, നമ്മളിൽ എല്ലാവരും ഈ ഇവിടെ പീസ്മാരിയിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രോഗം അനുഭവിക്കാതെ ഈ ലോകത്ത് നമുക്ക് പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഓർമ്മക്കുറവ് പോലുള്ള രോഗങ്ങളും നമ്മൾ മാനസിക രോഗികളാവാം, ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കയറി ഒരു സ്റ്റെപ്പ് തെന്നിയാൽ സ്പൈനൽ കോഡ് തളർന്ന രോഗിയായിട്ട് നമ്മൾ മാറും. അതല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട്, നമ്മളൊക്കെ എത്ര കിഡ്നി ടെസ്റ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് ക്യാൻസറിന്റെ കോശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്നറിയാം. ഇത്തരത്തിലുള്ള രോഗങ്ങൾ, അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രയാസം നമുക്ക് വരുന്നതിന് മുൻപ് ഈ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ വേദനയായി ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നവരുടെ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് പീസ്മാലിയുടെ ഏറ്റവും വലിയ സന്ദേശം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ ചാരിറ്റി നടത്തുന്നവരാണ്, നിങ്ങളെല്ലാവരും പീസ്മാലിയുടെ വളണ്ടിയർമാരാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ പരിസരത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെട്ടാൽ നമുക്ക് നിങ്ങൾ വഴി അപേക്ഷ കൊടുത്താൽ പീസ്മാലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പീസ്മാലിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരുടെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയാണ്. പിന്നെ നിങ്ങൾ എന്തായാലും പീസ്മാലിൽ 4 ബ്ലോക്കിലുള്ള രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ സമയവും ഈ സമ്പത്തൊന്നും വെറുതെ ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കിടക്കുന്ന രോഗികൾ നമ്മുടെ മാതിരിയല്ല. നമ്മുടെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരുത്തൊക്കെ 2 മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് എഴുത്തില്ല. എഴുത്തുള്ള രോഗികൾ പീസ്മാലിയിൽ ഇല്ല. കാരണം അവരുടെ പേനകൾ ഉയർത്തപ്പെട്ടവരാണ്. അവരുടെ പേനകൾ ഉയർത്തപ്പെട്ടവർ സ്വർഗവാസികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന രോഗികൾ സ്വർഗവാസികളാണെന്ന് പറയുന്നത്. ആ അത്തരത്തിലുള്ള സ്വർഗവാസികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സമയവും സമ്പത്തൊന്നും എന്തായാലും നമ്മൾ മറ്റൊരു രീതിയിൽ ചിലവഴിക്കുന്ന രീതിയിലല്ല, അത് പാഴല്ല, ഇതൊരു ഉറച്ച അമലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരിക്കൽ ഒരു വലിയ പണ്ഡിതൻ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു 10,000-ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന വലിയൊരു സ്ഥാപനം നടത്തുന്ന ഒരു പണ്ഡിതൻ ഒരു 5-6 മാസം പീസ്മാരിൽ നടത്തി. അന്ന് ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് ചെയർമാൻ സൂചിപ്പിച്ചു, ഈ പിന്നിൽ കാണുന്ന കെട്ടിടം ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ആ മഹാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, നമ്മുടെ വീട്ടിലൊരു ഭിന്നശേഷിയുള്ള കുട്ടിയോ അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ അവരെ VIP-കളായി പരിഗണിക്കുന്നത് വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനത്തെ വലിയ പ്രയാസങ്ങളുള്ള സ്പൈനൽ കോഡ് തകർന്ന് ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കിഡ്നി നഷ്ടപ്പെട്ടവരെ കുറിച്ച് നമ്മൾ പറയുന്നത് പഞ്ചറായ വണ്ടികളാണ്. പഞ്ചറായ വണ്ടികൾ ഒരു ദിവസം ഡയാലിസിസ് ചെയ്യും, ഒരു ദിവസം ജീവിക്കും, പിറ്റേ ദിവസം വീണ്ടും ഡയാലിസിനാണ്, അല്ലെങ്കിൽ ആൾ മരണപ്പെട്ടു പോകും. അങ്ങനത്തെ രോഗികളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. പീസ്മാലിയെ കുറിച്ച് കൂടുതൽ പറയാൻ പീസ്മാലിയുടെ കോർഡിനേറ്റർ ഷംസുദ്ദീൻ നദവി ഇവിടെ ഉണ്ട്, കൂടുതൽ അദ്ദേഹം സംസാരിക്കും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, നിൽക്കുന്നവരാവണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് സമ്പത്ത് കൊണ്ട് മാത്രമല്ല പീസ്മാലിനെ സഹായിക്കുകയും, നമുക്ക് നമ്മുടെ അള്ളാഹു തന്ന സമയവും
നമുക്ക് തന്ന ആരോഗ്യമൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ഇടമാണ് പീസ്മാലി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ പറഞ്ഞ വീരാകുട്ടിക്കാട്. വീരാകുട്ടിക്കാടൊക്കെ സേവനം നമ്മൾ പറഞ്ഞാൽ തീരാത്താണ്. അദ്ദേഹം ചെയ്ത നന്മകള് പറഞ്ഞാൽ തീരാത്തത്ര നന്മ ചെയ്താണ് അദ്ദേഹം യാത്രയായത്. അദ്ദേഹം ഒരു കാംസെറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടാവും. കാംസെറ്റ് നമുക്ക് ആർക്കും അറിയില്ല. ഇവിടെ കിടക്കുന്ന ആരോരുമില്ലാതെ തെരുവിലായി പോയ മനുഷ്യരുടെ രാവിലെ തന്നെ പുള്ളി സുഖിയും ആരും ഇല്ലാതെ പുള്ളി രഹസ്യമായിട്ടൊന്നും ചെയ്യുന്നു, പരസ്യമായിട്ടല്ല. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നില്ല. അതാ അദ്ദേഹം ആരുമില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് ആരോരുമില്ലാതെ തെരുവിലായി കിടക്കുന്ന ഈ മനുഷ്യരുടെ കാലിലെ നഖവും കൈയുടെ നഖവും വെട്ടിക്കൊടുത്ത്, മുടി വെട്ടിക്കൊടുത്ത്, കക്ഷി രോമങ്ങളൊക്കെ വടിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രവൃത്തിയിൽ നിന്നാണ് കഴിഞ്ഞ മരണപ്പെട്ട വീരാകുട്ടിക്കാട്. അപ്പൊ എന്തായാലും നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ പീസ്മാലിയുടെ വാളണ്ടിയർമാരാകണം. ഇടയ്ക്കിടയ്ക്ക് പീസ്മാലിൽ വരണം. എന്തായാലും നിങ്ങൾ വലിയൊരു നെയ്യത്തില് ഇന്ന് ആരോഗ്യമില്ലാതെ തെരുവിലായി പോയ കുറെ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള നെയ്യത്തിൽ ഒന്ന് ആ തീരുമാനത്തെ അള്ളാഹു കബൂലാക്കട്ടെ. ഈ സ്വർഗവാസികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ ഭക്ഷണത്തിന് പകരമായിട്ട് അള്ളാഹു നാളെ നമുക്ക് സ്വർഗീയ ഭക്ഷണം നൽകി നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിട്ട് പ്രാർത്ഥിച്ചു ഞാൻ നിർത്താണ്. കൂടുതലായിട്ട് പീസ്മാലിനെ കുറിച്ച് പറയാൻ, ഔദ്യോഗികമായിട്ട് പറയാൻ നമ്മുടെ ഷംസുദ്ദീൻ ഉസ്താദ് ഇരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു തൗഫീഖാണ്. തൗഫീഖി ഇല്ല ബില്ലാഹി. ഉസ്താദുമാർ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, വമാ തൗഫീഖി ഇല്ല ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. എനിക്ക് ഈ കാണുന്ന സംസാരം, നല്ല സംസാരം, ഇത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് സത്യത്തിൽ നമുക്ക് അല്ലാഹു നൽകിയ ഒരു ഭാഗ്യം. നിങ്ങൾ ഈ കുപ്പായം അതിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയുക എന്നത് അതൊരു ഭാഗ്യമാണ്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സൗകര്യം പടത്തിന് ഒരുക്കി തരുക. ഇതാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു. അല്ലാഹു ഒരു മനുഷ്യന് നന്മ ചെയ്യണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ഇസ്തഅമലഹു, അവന് അല്ലാഹു പണി കൊടുക്കുന്നു. കൈഫ യസ്തഅമിലുഹു, അതെങ്ങനെയാ പടച്ചോൻ അവന് പണി കൊടുക്കുന്നത്? യുവഫിഖുഹു ലിഅമലി സ്വാലിഹ്, കുറെ നല്ല കാര്യം ചെയ്യാനുള്ള ഒരു ചാൻസും സന്ദർഭം കിട്ടും. സത്യത്തിൽ നമുക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചു, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളില് മഹല്ലില് ഇതുപോലുള്ള കൂട്ടായ്മകളുണ്ട്. അവർ നാട്ടിലുള്ള കാറ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കും. എന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി ഇങ്ങനെ കിട്ടുന്ന പൈസ, ആ പൈസ കൊണ്ട് നാട്ടിലുള്ള നേരത്തെ പറഞ്ഞ മാതിരി വലിയ ഗുരുതരമായി ക്യാൻസർ വന്ന് കിടക്കുന്നവർക്ക്, കിഡ്നി പേഷ്യന്റിന്, വലിയ വിധവകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൊടുക്കും. അപ്പൊ നമ്മൾക്ക് പണിയെടുത്ത് കിട്ടുന്ന പൈസ സമൂഹത്തിൽ നല്ല മനുഷ്യർക്ക് വേണ്ടി നൽകുന്ന കൂട്ടായ്മകളാണ് നമ്മുടെ ഇത്തരം കൂട്ടായ്മകളൊക്കെ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യാനൊരു ഭാഗ്യം. ഞങ്ങൾ പോലും പീസ്വാലിയെ പറ്റി പറയുന്നത് ഞങ്ങളെന്തൊരു ഔദാര്യം, ഞങ്ങൾ എന്തോ വലിയ ബഹുമാനപ്പെട്ടവർ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഈ സ്ഥാപനത്തിന് നിങ്ങൾ വന്ന ഇത്ര വലിയൊരു ബിൽഡിംഗ് ആണുള്ളത്. ഇവിടെ നിങ്ങൾ വന്നത് ചെയർമാന്റെ റൂം, ഇവിടുത്തെ ട്രഷർ റൂം ഒന്നുമില്ല. തന്റെ പരിപാടി ഡയസ് പോലും വെക്കാറില്ല. ഞങ്ങൾ ഇവിടുത്തെ തസ്തികയ്ക്ക് എല്ലാവരും തസ്തികയുടെ പേര് ശരിക്ക് വളണ്ടിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ബഹുമാനപ്പെട്ടവർ, ഞങ്ങൾ നന്മമരം, ഞങ്ങൾ ഭയങ്കര സംഭാവനകളും, ഇങ്ങനത്തെ സ്വാഗത പ്രസംഗങ്ങളും ഇങ്ങനത്തെ ബഹുമാനപ്പെട്ട എന്ന വാക്കുകളൊന്നും നമ്മൾ അധികം പറയാറില്ല. നമ്മളെപ്പോഴും പറയാറുള്ളത് ഇത് നമ്മളുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ ഒരു കടപ്പാടാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഞായറാഴ്ച നിങ്ങളിപ്പോ നിങ്ങളിങ്ങനെ ഈ റോഡൊക്കെ ഇറങ്ങി വരുമ്പോ നിങ്ങളിങ്ങനെ കാണുമ്പോ ഈ സ്ഥാപനം കാണുന്നുണ്ട്. ഇവിടെ കുറെ മനുഷ്യരുണ്ട്. ഇവിടെ വന്ന മനുഷ്യരൊക്കെ എങ്ങനെ വന്നിട്ടുള്ളത്? ഓരോരുത്തരും വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ സഹിക്കുന്ന മനുഷ്യരെയാണ് അവര് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കാണുന്ന ഓരോരുത്തരും.
ഇവിടെ കുറെ പേര് ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പക്ഷെ അത്തല്ല ഫംഗ്ഷൻ നടക്കുന്ന സമയമല്ല. ഇവിടെ കുറെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, അവരെ കൂടെ ഇരിക്കുന്ന ആളുകളുണ്ട്, കുറെ പേര് മാനസിക രോഗികളുണ്ട്, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ. ഇവിടെ നിങ്ങളിപ്പോ ഒരു വീഡിയോ കണ്ടു, ഇത് സിനിമയല്ല, ഡോക്യുമെന്ററി അല്ല, ജീവിതത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന കുറെ മനുഷ്യരുടെ ജീവിത കണ്ടത്. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മളാണെങ്കിൽ അങ്ങനെ വിളിച്ചില്ല. നമ്മളിവിടെ വരുന്നത് എന്റെ വൈഫിന് മാനസിക രോഗമാണ്, എന്റെ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ്, എന്റെ കുഞ്ഞ് ഹൈപ്പറാണ്, എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ്, എന്റെ ഉമ്മ ഉപ്പ ക്യാൻസർ വന്ന് കിടക്കുക. ഇങ്ങനെ ഈ കിടക്കുന്ന രോഗികൾ ഒരാളായിട്ട്, ആ കൂടെ രോഗിയുടെ കൂടെ ഇരിക്കുന്നവർ ഒരാളായിട്ട് ഇതുപോലെ അവസ്ഥയിലായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ അതിന്റെ അവസ്ഥ ആലോചിച്ചു. ഇപ്പൊ നമ്മൾ വന്നത് അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ. നിങ്ങൾ ഈ ഭക്ഷണം കൊടുത്തത് ആർക്കാണെന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ടാ വന്നത്. ഇവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ. ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരെ കൂടെ ഞങ്ങളുമുണ്ട്. ഇതിന്റെ അർത്ഥം, നിങ്ങൾ വന്നതിന്റെ അർത്ഥം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളും നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ടു വരില്ല. നിങ്ങൾക്ക് ശരിക്കും ഇത് വല്ലാത്ത അത്ഭുത സ്ഥാപനം, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്ന പീസ് വാലി. ഇപ്പൊ ഇവര് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇത് ഡയാലിസിസ് ചെയ്തു തിരിച്ചുപോയി, ഇത് പൈസ കൊടുക്കണ്ട, ഭക്ഷണം പോലും കഴിച്ചിട്ട് പോകും. അതാണ് പീസ് വാലി. ഇവിടെ മാനസികവും ശാരീരികമായി വൈകല്യമുള്ള കുറെ മനുഷ്യരുണ്ട്, അവരിവിടെ ഒന്ന് തിരിച്ചുപോയി. ഒരു പൈസ കൊടുക്കും. നിങ്ങളൊരു പൈസ ഒരു മാനസിക രോഗി മാനസിക ആശുപത്രി നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾക്ക് അവിടെ കയറാൻ പോലും സാധിക്കില്ല. അവർ കാണിച്ചു തരൂല, ഉള്ളിലേക്ക് കയറൂല്ല. പക്ഷെ നിങ്ങളിവിടെ മാനസിക പേയ്മെന്റ് കൊടുത്ത സ്ഥാപനത്തെ കാര്യം പറഞ്ഞത്, ഒരു മാസം 30,000 40,000 കൊടുക്കുന്ന സ്ഥാപനത്തിൽ പോലും നിങ്ങൾ പോയി നോക്ക്. അവർ കിടക്കുന്ന ബെഡ്, ബെഡ്റൂം, ബാത്റൂം, കക്കൂസ്, വേഷം, കോലൊക്കെ നോക്ക്. ഈ കിടക്കുന്ന രോഗികൾ ഒരുപക്ഷെ ആരും സംരക്ഷിക്കാത്ത രോഗികൾ, അവരെ ബെഡും ബെഡ്റൂമും ബാത്റൂമും നോക്കും. അവർ മീശൻ താടി രോമകൂപങ്ങൾ വരെ, നേരത്തെ നഖം വെട്ടവരെ ആളുകൾ ഇവിടെ വരുന്നത്, നഖം വെട്ടാൻ വരെ. ജീവിതത്തിൽ വലിയൊരു വളണ്ടിയർ സംസ്കാരം. ഞാൻ നിങ്ങളുടെ ഇത്ത വസ്ത്രത്തിന്റെ പേരാ പറഞ്ഞത്, വളണ്ടിയർ. ഐ ആം റെഡി. എന്റെ അർത്ഥതാ, ഞാൻ റെഡിയാ, ഞാൻ വരാം. അത് ഏതോ ഒരു ഭക്ഷണം, ഏതോ ഒരു കാര്യത്തിലല്ല കേട്ടോ. ജീവിതത്തിൽ എവിടെയും ഒരു വളണ്ടിയർ സമൂഹമായി. ഇന്നൊക്കെ നമ്മുടെ മഹല്ലുകളിലും ഇസ്ലാമിക സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയൊരു മുന്നേറ്റം തന്നെയും സത്യം പറഞ്ഞാൽ സമുദായ ഒരു വളണ്ടിയർ സമൂഹമായി മാറിയതാണ്. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും അവസരം വയനാട്, നേരത്തെ ഇടുക്കി, നേരത്തെ കാഞ്ഞിരപ്പള്ളി, ഇവിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തില് വലിയ പരീക്ഷണങ്ങൾ, വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോ ഒരു ഭയങ്കര വളണ്ടിയർ സമൂഹമായിട്ട് എല്ലാവരും അവിടെ ഇന്നത്തെ മുസ്ലിം ഗ്രൂപ്പുകൾ, സംഘടനകൾ ഉണ്ടാക്കിയ ഒരു പോസിറ്റീവ്, ഒരുപാട് നെഗറ്റീവുകളുണ്ട്. പക്ഷെ ഇപ്പോഴൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ, അത് ഈ ഡ്രസ്സിന് വലിയ മഹത്വം ഞാൻ പറഞ്ഞത്, ഭയങ്കരമായ ഒരു വളണ്ടിയർ സമൂഹമായി. കൊറോണ കാലഘട്ടത്തിലേക്ക് ആരും മയ്യത്ത് എടുക്കണ്ട, ആ മയ്യത്ത് ഞങ്ങൾ എടുത്തോളാം, മയ്യത്ത് കുഴി ഞങ്ങൾ കുഴിച്ചോളാം. അതായത് സമൂഹത്തിൽ ഞാൻ റെഡി, ഐ എം റെഡി, ഞാൻ വരാം, ഞാനുണ്ട്. എന്തിനാ? എനിക്കെന്തോ ലാഭമുള്ളതോ പൈസ ഉള്ളതെന്നല്ല, എനിക്ക് പൈസ ലാഭം വേണ്ട. മയ്യത്തിന്റെ കുളിപ്പിക്കാൻ, അല്ലെങ്കിൽ മറമാണാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസപ്പെട്ടവരെ സഹായിക്കാൻ, അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞാനും വരാം. ആശുപത്രി കിടക്കലായ രോഗിയെ ചികിത്സിക്കാൻ, അതിന് പിരിവ് നടത്താൻ ഞാനും വരാം. ഇങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഒരിക്കൽ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ എന്നിട്ട് പറയുന്നുണ്ട്, ഒരു മാസം ഞാൻ ഈ പള്ളിയിൽ എഴുത്തിക്കാപ്പിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്റെ സഹോദരന്റെ ഒരു പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച്, മറ്റുള്ളവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ച്, അവന് വേണ്ടി ഇങ്ങനെ നടന്ന് തെണ്ടി തിരിച്ച് അവന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി നടക്കുന്നത് ഈ പള്ളിയിൽ ഒരു മാസം എത്തിക്കാപ്പിരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട്. നാട്ടിലൊരാൾക്ക് ഒരു അസുഖം വരുമ്പോ അയാൾക്ക് ആശുപത്രി കൊടുക്കാൻ പൈസ ഇല്ല, നമുക്കൊന്ന് ഇറങ്ങല്ലേ എന്ന് പറയല്, ആ ഇറങ്ങല് അത് വലിയ സംഗതിയാണ്. ഒരു പള്ളിയിൽ മസ്ജിദ് നബവി, സാധാരണ മസ്ജിദ് നബവിയിൽ ഒരു മാസം എത്തിക്കാതിരിക്കുന്നതിനേക്കാൾ പുണ്യ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമുള്ള മനുഷ്യരെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം, അതാണ് അള്ളാഹുവിലേക്കുള്ള നമ്മൾ അടുക്കേണ്ട വഴി. ഏതായാലും പിസ്വാലി എന്ന് പറയുന്നത് ഇതൊരു വേറെ സ്ഥാപനമല്ല, ഇതൊരു സംസ്കാരമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം നമുക്ക് കിട്ടും. നമ്മുടെ ഈ ഡ്രസ് കോഡൊക്കെ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ഗുണം, നമുക്ക് ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഏതായാലും നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ മറ്റേ സാറേ, നിങ്ങളുടെ ആളുകൾ വന്നല്ലാരും വന്നോ?
ഈ സംസാരം തുടർന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ ആയിക്കോട്ടെ. ഇന്നിപ്പോ ഞായറാഴ്ച പല ടീമും വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം. ഞായറാഴ്ച എല്ലാവർക്കും ഒഴിവുള്ളതുകൊണ്ട് എല്ലാവർക്കും ഞായറാഴ്ച വരാം. ഇവരും കുറച്ച് ഒരു ഹജ്ജിന് പോയവരാളില്ല, അപ്പൊ അവരങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വളണ്ടിയർ സംസ്കാരം എന്ന് പറയുന്നത് കേരളത്തിൽ പക്ഷേ ഇസ്ലാമിക സമൂഹമൊക്കെ നേടിയെടുത്തൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണ്. ഒരു വളണ്ടിയർ സമൂഹമായി മഹല്ലുകള്, യുവാക്കള്, പ്രസ്ഥാനങ്ങള് അവരെല്ലാം ഒരു വളണ്ടിയർ സമൂഹമായിട്ട് ഭയങ്കരമായി കൊറോണ കാലഘട്ടത്തിൽ, ഫ്ലഡ് കാലഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വയനാടൊക്കെ അങ്ങനെ നടന്നപ്പോ ആ ക്യാമ്പിലൊക്കെ ഇങ്ങനെ വന്നിട്ട് അവസാനം ആളുകൾ ഒരുപാട് സാധനങ്ങൾ അവിടെ കൊന്നുകൂടി. അവിടുത്തെ വെള്ളവും അവിടുത്തെ പച്ചക്കറിയും പലചരക്കുകളും വീടുകളൊക്കെ കണ്ടിട്ട് നമ്മളിതെല്ലാം പറഞ്ഞു ഇഷ്ടം പോലെ. അതൊരു നിലപാടാണ്. നമ്മളെ കാര്യം മോശം ചിലക്ക് അതിലിപ്പോ മോശം അതൊരു സമൂഹത്തിന്റെ നന്മയാണ്. ശരിക്കും പടച്ച റബ്ബിന്റെ ഫ്ലഡ് കഴിഞ്ഞപ്പോ മനുഷ്യരുടെ നന്മയുടെ വെള്ളപ്പൊക്കം മനുഷ്യന്മാരുണ്ടാക്കി. ദൈവം ഒരു വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ മനുഷ്യൻ ചാരിറ്റിയുടെ ഒരു വെള്ളപ്പൊക്കം, ചാരിറ്റിയുടെ ഒരു കൊടുങ്കാറ്റ്, ചാരിറ്റിയുടെ ഒരു ഉരുൾപൊട്ടൽ ഭയങ്കരമായി മനുഷ്യൻ വാരിക്കൊരു വീട് പോലും ഇഷ്ടം പോലെ വീടുകൾ പറഞ്ഞ് അങ്ങനെ ആ സമൂഹത്തെ പുനരുദ്ധരിപ്പിക്കാൻ. പക്ഷെ ആ വാക്കുകളൊക്കെ ഗവൺമെന്റ് സംവിധാനം വേണ്ടത്ര ഉപയോഗപ്പെടുത്തില്ല, അതല്ല കാര്യം. ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹം ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെ അതിന്റെ തെളിവ് കൂടിയാണ് ഈ സ്ഥാപനമൊക്കെ. ഇത്രയും വലിയ സ്ഥാപനം സത്യത്തിൽ ഇങ്ങനെ സ്ഥാപനം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു രോഗികളെ അത് എന്തെല്ലാം രോഗം, ഇപ്പൊ ക്യാൻസർ വന്ന് കിടക്കുന്ന ആൾക്കാർ 10-15 പേരോടെ ക്യാൻസർ ഗുരുതരമായ രോഗി, മരണാസന്നരായ ആളുകളല്ലേ. അതേപോലെ തന്നെ ഈ പറഞ്ഞ നട്ടൽ തളർന്ന് സ്ട്രോക്കായ ഒരു 50 പേരോടെ ഉണ്ട്. 50 പേര്, 155 കുഞ്ഞുങ്ങളുണ്ട്, 150 പല ഓട്ടിസം മറ്റ കുഞ്ഞുങ്ങൾ. അതേപോലെ സ്നേഹതീരം എന്നൊക്കെ ബ്ലോക്കിൽ അവിടെ ചെന്ന് നോക്ക്. ജീവിതത്തിൽ വളരെ പ്രയാസം. ആ കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ രാവിലെ പല്ല് തേപ്പിച്ചു കൊടുക്കണം, മൂത്രം ഒഴിപ്പിച്ചു കൊടുക്കണം, ഭക്ഷണം വാരി ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കണം, അവരെ മലമൂത്രം സ്നെഗ്ഗി കെട്ടിയെടുക്കണം. ഇത്തരത്തിൽ വലിയ സേവനം നടത്തുന്ന ശരിക്ക് ഒരു ദിവസം ഭക്ഷണത്തിന് മാത്രം 1 ലക്ഷം രൂപയാണ് സാർ. 1 ലക്ഷം രൂപ സ്ഥാനം ശരിക്കും ഒരു മാസം ഏറെക്കുറെ 1 കോടിയുടെ രൂപ താഴെ, അതുപോലെ 70 ലക്ഷത്തോളം അത്രത്തോളം ചെലവ് ഒരു മാസം സ്ഥാപനം നടക്കും. എങ്ങനെ നടക്കുന്നത്? ആളുകളുടെ ഒരു സഹായം കൊണ്ടാണ്. ഇങ്ങനെ നടക്കുമോ? എവിടെയെങ്കിലും ഇവിടെ ബില്ലില്ലാത്ത സ്ഥാനമാണ്. ഇവിടെ ബില്ല് ഏത് സ്ഥാപനം ബില്ലാണോ? ഇവിടെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ബില്ല് വന്നുകൊണ്ടിരിക്കും. ഇവിടെ കിടക്കുന്ന ബില്ലുകൾ അങ്ങനെ വരുന്ന ഒരു സംസ്കാരമില്ല. ഇവിടെ ബില്ലടക്കുന്നത് സമൂഹം. നിങ്ങൾ പോലും ശരിക്കും ഇന്ന് ബില്ലടക്കുകയാണ്. ഇവരെ ഭക്ഷണം ഇവരെല്ലാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബില്ല് ഇന്ന് നമ്മളാണ് അടച്ചത്. അങ്ങനെ മറ്റുള്ളവർ സമൂഹത്തിൽ ഇവരുടെ കാര്യം ഏറ്റെടുക്കുന്ന ഒരു സംസ്കാരം ഇത് നമ്മളോട് വന്ന് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഇത് കണ്ടു പോണ ഒരു തൃശ്ശൂർ മൃഗശാല ഒന്ന് ഹിപ്പോപ്പൊട്ടാമസ് ജിറാഫിനെ കാണുന്ന മാതിരി ഇങ്ങനെ കണ്ടുപോകുന്ന ഇത് ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾ എന്നൊരു വിചാരിക്കരുത്. ഇത് കാണുമ്പോൾ നമ്മുടെ കൈയും കാലും നിറക്കണം, നമ്മുടെ കണ്ണ് നിറയണം, നമ്മുടെ നെഞ്ച് ഒരു വല്ലാത്ത വിഷമം പറച്ചനെ. ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നവരെ അവരെ പ്രയാസങ്ങൾ എന്ന് കണ്ട് അവരോട് സ്നേഹം കാണിച്ച് അവർക്ക് കൊച്ചു സഹായം ചെയ്ത് അവരെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ. അപ്പൊ നേരത്തെ അമീസായി പറഞ്ഞില്ലേ, ചാരിറ്റി ബിഗിൻസ് ഇൻ യുവർ ഹോം. ചാരിറ്റി ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലാണ്. ചാരിറ്റിയുടെ നിങ്ങളുടെ ചാരിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഉമ്മായും പാപ്പായുമാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് എന്റെ വീട്ടിൽ കിടക്കുന്ന എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ കുടുംബത്തിലെ പ്രയാസ രോഗികൾ അവരുടെ കാര്യമാണ് ഞാൻ ആദ്യം നോക്കുക. പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വീട്ടിലെ വാപ്പ, ഉമ്മ, വല്യപ്പ, വല്യമ്മ, ഇങ്ങനെ നമ്മുടെ കുടുംബത്തിനകത്ത് കിടക്കുന്ന രോഗികളായ പ്രയാസപ്പെടുന്ന ആളുകളെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഉമ്മ, വാപ്പ പ്രായ സ്വഭാവപരമായി പല കുറവുണ്ടാകാം, പക്ഷെ ഈ ലോകത്തെ ഏറ്റവും ഏറെ നമ്മുടെ കടപ്പാട് നമ്മുടെ ഉമ്മയോടാണ്. പിന്നെ ഉമ്മ തന്നെ ആ വാക്കെന്നെ ശ്രദ്ധിച്ചു നിങ്ങള്. ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാ റസൂലെ? ഉമ്മുക്ക, നിന്റെ ഉമ്മ. സുമ്മൻ, പിന്നെ ആരോ റസൂലെ? നിന്റെ ഉമ്മ തന്നെ. പിന്നെ നിന്റെ ഉമ്മ തന്നെ. ഉമ്മ, പിന്നെ വാപ്പ, പിന്നെയാണ് ഭാര്യ, പിന്നെയാണ് മക്കൾ. ഞാൻ പറയുന്നത് നമ്മൾ പ്രയോറിറ്റി മറക്കരുത്, മുൻഗണന മറക്കരുത്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ പ്രായമാകുമ്പോ മാതാപിതാക്കളുടെ പല കുറവുകളുണ്ടാവും കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ വയതു പറഞ്ഞ സുഖമില്ലാത്ത വാപ്പാനമ്മ നോക്കുക, അത്ര ഈ പറയുന്ന സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ഉമ്മാടെ സ്വർഗം എന്ന് പറയുന്നത് ഉമ്മാനെ കാണുമ്പോ ആ ഉമ്മാടെ കാലിനായിട്ട് സ്വർഗമുണ്ട്. അത് ജന്നത്തു
തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്, നിങ്ങളുടെ ഉമ്മമാരുടെ കാലിനടിയിൽ സ്വർഗമുണ്ട്. അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്നത് എന്റെ ഉമ്മാനെ തലോടുന്നതും എന്റെ ഉമ്മാനെ ശുശ്രൂഷിക്കുന്നതിനും എന്റെ ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോകുന്നതിനും എന്റെ ഉമ്മാക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതിനും എന്റെ ഉമ്മാനെ എന്റെ വീട്ടിലേക്ക്, ഉമ്മ എന്റെ വീട്ടിൽ, ഉമ്മാനെ ഞാൻ നോക്കാം, ഞാൻ കൊണ്ടുപോകാം, ഞാൻ വരാം, ഞാൻ സൈക്കിൾ നമ്മൾ ജേഷ്ഠന്മാർക്ക് മത്സരിക്കട്ടെ, ഉമ്മ എന്റെ അടുത്ത്, ഞാൻ പോകാം, ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകാം, ഉമ്മാക്ക് വസ്ത്രം ഞാൻ കൊടുക്കാം, ഉമ്മയുടെ മരുന്ന് ഞാൻ വാങ്ങിത്തരാം, പൈസ, ഇങ്ങനെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി പിടിപ്പലി വട്ടം വലി. ഉമ്മാനെ അങ്ങോട്ട് കൊടുക്കണം, ഉമ്മാനെ ഇങ്ങോട്ട് തട്ടാനില്ല, ഞാൻ നോക്കാം. ജീവിതത്തിൽ ഉമ്മയിൽ സ്വർഗത്തിന് സുഗന്ധം കാണണം, വാപ്പയിൽ സ്വർഗം കാണണം. ജീവിതത്തിൽ മാതാപിതാക്കളുടെ കടമകൾ, സമൂഹത്തിൽ ഇത്തരം കൂട്ടായ്മകൾ ഇന്ന് മാത്രമേ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മഹല്ലുകളിൽ പ്രദേശത്തൊക്കെ ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ വന്ന അത് മതി. ഏറ്റവും നല്ല തർബീത്താണ് നിങ്ങൾ ഈ കുപ്പായി, നിങ്ങൾ കുട്ടികളെ ഇരിപ്പിക്കണം, നിങ്ങൾ എല്ലാ കുട്ടികൾക്കും കുപ്പായി ഇരിപ്പിക്കണം. എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവരണം. കുട്ടികൾ ഇന്ന് ടൂർ ഇങ്ങനെ എന്നും മൂന്നാറ്, മാട്ടുപ്പെട്ടി, അല്ലെങ്കിൽ ലുലുമാള്, എവിടെ പോയിട്ട് മന്തി അടിക്കാം, അൽസാജി പോയി മന്തി അടിക്കാം, ഓത്തുങ്കാലി തിന്നുക, ഇങ്ങനെ എന്നും മന്തി അടിച്ചും കുട്ടികളെ ഇങ്ങനെ ലുലുമാള് കണ്ടും ജീവിതത്തിന്റെ വർണ്ണപ്പകിട്ടുകൾ അടിപൊളി ജീവിതത്തിലേക്ക് മാത്രം കുട്ടികളെ കൊണ്ടുപോകരുത്. പോയിക്കോട്ടെ, ഇടയ്ക്ക് ഇതും കാണിക്കണം. ഒന്നുറു ഇലമൻ തുനക്കും തൊന്നുറു ഇലമൻ തോക്കും ും. ജീവിതം എപ്പോഴും നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നത് പോയി കാണണം. ശരിക്കും ഇവിടെ വന്ന് ഇത് ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്ന സ്ഥലമാണ് പീസ്വാലി. ഞാനൊക്കെ ഇവിടെ എല്ലാ ദിവസവും മറ്റന്നാളെ പീസ്വാലിയില് ശരിക്കും എത്ര വന്നാലും മടുക്കാറില്ല നോക്കലല്ല. ഈ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ സ്വർഗ കവാടത്തിൽ കിടന്നു എന്തോ ഒരു വല്ലാത്ത സമാധാനമാണ്. കാരണം ഇവിടെ പടച്ച റബ്ബിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്. ഇത് സ്വർഗഭൂമിയാണ്. ഈ ഭൂമി ലോകത്ത് സ്വർഗം എന്ന് പറയുന്നത് ഗുരുതരമായ രോഗികളെ പരിചരിക്കുന്ന ഇടമാണെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത് ഗുരുതരമായ രോഗികളെ പരിചരിക്കുന്ന സ്ഥലം അത് ഈ ഭൂമി ലോകത്തെ സ്വർഗ. അതുകൊണ്ട് ഇതൊരു സ്വർഗഭൂമിയാണ്. അവിടെ നമ്മൾ വരണം, നമ്മുടെ ഭാര്യമാരെ കൊണ്ടുവരണം, നമ്മുടെ കൊച്ചു മക്കളെ കൊണ്ടുവരണം, കുട്ടികളെ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്ത് കുട്ടികളെ മനസ്സിൽ, കുട്ടികൾ ഞാനും നിങ്ങളെല്ലാവരും നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്താണോ കേൾക്കുന്നത്, നമ്മുടെ നെഞ്ചിൽ ചെന്നിരിക്കും. അതിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത, നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിലെ ജീവിക്കുന്നത്. അവരേതോ അർത്ഥത്തിൽ അവരുടെ സോഷ്യൽ മീഡിയകൾ ഡിവൈസുകൾക്കകത്താം. അവർ ഇസ്തിക്കാഫിരിക്കുന്നത് ലവൈത്തു, ഈ ഇസ്തിക്കാഫിന്റെ കാലഘട്ടമല്ല, ലവൈത്തു അവര് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇസ്തിക്കാഫിരിക്കുന്നു, ഞാൻ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ അവരുടെ കിബിലത്തും നിസ്സാവും ഹിമ്മത്തും ബുത്തൂലുഹും അവരൊക്കെ കിബില തന്നെ ഇതാ. ഞാൻ നമ്മുടെ എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കില്ല, അവൻ പകരും. അതിൽ കാണുന്നൊരു ലോകമുണ്ട്, അതിൽ കാണുന്ന ചിത്രമുണ്ട്, അതിൽ കാണുന്ന ജീവിതത്തിന്റെ കാഴ്ചപ്പാട് അറിയാതെ മനസ്സിനുള്ളിലേക്ക് വരിക. അപ്പൊ നമ്മുടെ മനസ്സ് മാറുന്ന നമ്മളെല്ലാം വന്ന് കണ്ടു. അപ്പൊ നമുക്കിത് കണ്ട് നമ്മുടെ കണ്ണൊക്കെ ഒന്ന് കണ്ണം നിറയണമെന്നല്ല, ഇവിടെ ഒന്ന് കരയണമെന്നല്ല. ഈ കണ്ണീര് എന്ന് പറഞ്ഞ സ്ഥലം വെറുതെ ഒന്നുമില്ല, ഇതൊക്കെ ഒന്ന് കരയട്ടെ, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞാൽ തന്നെ എന്തൊരു ഭാഗ്യം പറയും. അങ്ങനെ കരയണമല്ലോ, നല്ല കണ്ണീര് വരട്ടെ. നമ്മുടെ പാപങ്ങൾ കഴുകി പുറത്തേക്ക് വരുന്ന സാധനം കണ്ണുനീര്. ആ കണ്ണുനീർ ഗ്രന്ഥി അത് യഥാർത്ഥ നമ്മുടെ മനസ്സിനകത്തുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ചേർത്ത് നിർത്തി കരഞ്ഞുപോൾ നമ്മൾ അറിയാതൊരു ഒരുപാട് കാരുണ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. രാജ്യം തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉമ്മം വെക്കുന്നുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളെ. ഒരു മനുഷ്യൻ എനിക്ക് 10 ഇന്നലെ അഷറ, എനിക്ക് 10 മക്കളുണ്ട്, വാഹിദൻ, ഒരാളെ ഞാൻ ഉമ്മം വെച്ചിട്ടില്ലല്ലോ റസൂലുള്ളാഹി. നിന്റെ മനസ്സിൽ കരുണ്യം എന്ത് ചെയ്യാനാ? കാരുണ്യം, മനസ്സിനകത്ത് കാരുണ്യം സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ വരവ്, നമ്മുടെ ഈ കാഴ്ച, ഈ രോഗികളുടെ കൂടെ നടന്നത്, ഈ സ്ഥാപനത്തിൽ ഭക്ഷണം കൊടുത്തത്, നമ്മുടെ ഈ യൂണിഫോമിനടക്കം നല്ലൊരു സംസ്കാരമുണ്ട്. തീർച്ചയായിട്ടും ചിലക്കോട്ടെ പ്രിയപ്പെട്ട യുവാക്കൾ പറയാനുള്ളത്, നിങ്ങൾ ഇനിയും വരണം. നമ്മുടെ മഹലിൽ ബോധപൂർവം ഇന്നത്തെ ക്ലാസ് പ്രസംഗമൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാനിത് ഇവരുടെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അത് പ്രസംഗമായതുകൊണ്ടല്ല, ക്ലാസ് ആയതുകൊണ്ടല്ല, ഈ പീസ്വാലിയുടെ ഈ ചിത്രം കണ്ടിട്ടാണ്. ഈ പീസ്വാലിയുടെ ചിത്രം കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും ജാഗ്രത ആയിട്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഇരിക്കും, കാരണം നമ്മൾ കണ്ട ലോകമാണ്. അതുകൊണ്ട് പീസ്വാലിയിൽ നിങ്ങളുടെ പിള്ളേരെ, നമ്മുടെ എല്ലാ പ്രദേശത്തും മഹല്ലിൽ നിന്നൊക്കെ പിള്ളേരെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഇരുത്തി കൊടുത്താൽ കുട്ടികൾക്ക് ജീവിതത്തിൽ നല്ലൊരു കാഴ്ചപ്പാട് കിട്ടും, ഒരു നിലപാട് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഒരു ടീമായി വർക്ക് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറച്ച് നമുക്കൊക്കെ ഒന്നാമതായി ഈമാനും രണ്ടാമതായി ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുറച്ച് ഗുരുതരമായ രോഗങ്ങൾ, ഗുരുതരമായ പരീക്ഷണങ്ങൾ, ഇപ്പോഴും മറ്റൊരുപാട് പ്രാർത്ഥന ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ
والعافية والمعافاة الدائمة في ديننا ودنيانا وأهلنا ومالنا. അല്ലാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണം, ആഫിയത്ത് നൽകണം, ഞങ്ങളുടെ ശരീരത്തിന്, ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്ത് നൽകണം. സുബ്ഹിക്ക് ശേഷം പ്രാർത്ഥിക്കണം. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك يا رب العالمين. അല്ലാഹുവേ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കണം. നമുക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക, നീ ഒരുപാട് നിഅമത്ത തന്നിട്ടുണ്ട്, അത് നീങ്ങിപ്പോയാൽ, അത് നീ എന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നു, ഡയാലിസിസ് ചെയ്യുന്ന മനുഷ്യൻ എന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നു, ഈ കിഡ്നി വർക്ക് ചെയ്യാത്ത അവസ്ഥ വന്നാൽ എന്നർത്ഥം. എന്റെ കണ്ണും കാതും നാക്കി അവയവങ്ങളല്ല, മനുഷ്യനെ കുറെ അവയവങ്ങളെ പീസുവായി. സ്പൈനൽ കോഡ് എന്നുള്ള അവയവമുണ്ട്. ഇവിടെ ഒരുപാട് മനുഷ്യർ വീൽ ചെയർ ജീവിക്കുന്നുണ്ട്. സ്പൈനൽ കോഡിൽ ഒരു ഇത് പറ്റിയാൽ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജ്അത്തി നിഖ്മതിക വജമീ സഖ്തിക. അല്ലാഹുവേ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ, ഞങ്ങളുടെ ആരോഗ്യം പോയിട്ട് രോഗം വരാതിരിക്കാൻ, നിന്റെ വെറുപ്പ് നമ്മളോട് ഇല്ലാതിരിക്കാൻ, നിന്റെ കോപം ഞങ്ങളുടെ പേര് വരാതിരിക്കാൻ അല്ലാഹുവേ ഞങ്ങളെ കാവൽ ചോദിക്കും. ഇന്നത്തെ പ്രാർത്ഥനകൾ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥം അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻതസ്സലാം മിനസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. اللهم إنا نسألك العفو والعافية والمعافاة الدائمة. اللهم عافنا في بدننا، اللهم عافنا في سمعنا، اللهم عافنا في بصرنا، لا إله إلا أنت. اللهم إنا نعوذ بك من عذاب القبر وعذاب النار. اللهم إنا نسألك الهدى والتقى والغنى والعفاف يا رب العالمين. اللهم آت أنفسنا تقواها وزكها، أنت خير من زكاها، أنت وليها مولاها يا رب العالمين. اللهم اهدنا الصراط المستقيم، صراط الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم رب ارحمهما كما ربياني صغيرا. اللهم اغفر لهما وارحمهما واعف عنهما وعافهما واكرم نزلهما ووسع مدخلهما. اللهم اجعل قبورنا وقبور ابائنا روضة من رياض الجنة، ولا تجعل قبورنا وقبور ابائنا وامهاتنا حفرة من حفر النيران. انس الله وحشتهم ونبر الله محلتهم ورفع درجتهم وقنا وقهم من عذاب القبر وعذاب النار. اللهم اجعل آخر كلامنا عند الموت مع الإيمان قول لا إله إلا الله. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് 85 പേഷ്യൻസ് ആണ് നിലവിൽ നമുക്കുള്ളത്. സെന്റർ ഫോർ അസിസ്റ്റഡ് ലിവിംഗ് ആൻഡ് മെമ്മറി കെയർ എന്നാണ് ഡിപ്പാർട്ട്മെന്റ് നെയിം. ഇവിടെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോർണിംഗ് അവർ എണീക്കുന്ന ടൈം തൊട്ട് ഉറങ്ങുന്ന ടൈം വരെ ആരെങ്കിലും അസിസ്റ്റൻസ് വേണം. അതായത് ബ്രഷ് ചെയ്യാൻ, എണീക്കാൻ, ടോയ്ലറ്റിൽ പോവാൻ, ഫുഡ് കഴിക്കാൻ ഒക്കെ ആള് വേണ്ടവരാണ്. അതായത് കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിട്ടുള്ളവര്, ബെഡ് സോർ ഉള്ളവര്, അങ്ങനെ ഹെൽപ്പ് വേണ്ടവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഫീമെയിലായിട്ട് നമുക്ക് 28 പേഷ്യൻസ് ഉണ്ട്, മെയില് ബാക്കിയുള്ളവര്. അപ്പോൾ 2 വാർഡ് ഫീമെയിൽ വാർഡും മെയിലിലൊരു 3 വാർഡ് മെയിൽ വാർഡുമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നിലവില് നമുക്ക് ആകെ ആദ്യമേ ഒരു ഫീമെയിൽ വാർഡും ഒരു മെയിൽ വാർഡും ആണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൗണ്ട് ഒത്തിരി ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെ ഉണ്ടായിരുന്ന മെയിൽ വാർഡ് കംപ്ലീറ്റ്ലി മെയിലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒരു ഓൾഡ് ഏജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഏജ്ഡ് ആണ്, പക്ഷെ അവരെല്ലാം തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവരാ. അപ്പോൾ താഴെ പോയി ഫുഡ് കഴിക്കും, തന്നെ അവരുടെ കാര്യം ചെയ്യുന്ന അങ്ങനെ ഒരു റൂം ഉണ്ട്. ബാക്കി കിടപ്പ് രോഗികൾ, കംപ്ലീറ്റ്ലി കിടപ്പ് രോഗികളാണ് ഡിപ്പാർട്ട്മെന്റിൽ. ഫെസിലിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ കഫൻ ചെയ്യാനും മരണപ്പെടുന്നവർ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു
മേരി ചേച്ചി ഉറക്കം തൂങ്ങുവാ. ആ ഇതെന്നാ കെട്ടാ ഇത്? വാ കേറുവാ. തലയില് വെറൈറ്റി കെട്ടൊക്കെയാണല്ലോ. ഓമനോ 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 ഉറങ്ങുവാ? ഉറങ്ങുവാണോ? കണ്ണുറന്നേ. ഇത് ആരൊക്കെയാ വന്നേക്കണേ നോക്കിയേ. എപ്പോഴും എന്തിനാ ഇങ്ങനെ കിടക്കണേ? ചായ കുടിച്ചോ? രാവിലെ കുടിച്ചായിരുന്നോ? പോവാ. കുഞ്ഞമ്മ നോമന അമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് നമുക്ക് വന്നത്. അപ്പൊ ആളുടെ മരുമോളാ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ മരുമോൾക്ക് ക്യാൻസർ ആയി. അപ്പൊ ആളുടെ കാഴ്ചക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അവർക്ക് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ ആക്കിയത്. പക്ഷെ അവരെപ്പോഴും തന്നെ മിക്ക ദിവസങ്ങളിലും വരും, കാണും. അങ്ങനെ ചിലര് വേണ്ടാതെ ആക്കിയിട്ട് പോയിട്ടുണ്ടോന്നുണ്ട്, ചിലര് സിറ്റുവേഷൻ കൊണ്ടാക്കിയിട്ട്. ഹലോ എന്നാ നസീമോ? എന്തേ? ഒന്നുമില്ല, സുഖല്ലേ? ഓക്കെ. അല്ലേലും തുണിയില്ലല്ലോ. ആ സീനത്ത് സീനത്ത് ഏജ് ഒരു 42 ഉള്ളു. പക്ഷെ ആളുടെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ചുരുങ്ങുന്ന ഒരു അസുഖമാണ്. ആളിവിടെ വന്നപ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാ വന്നത്. പക്ഷെ ഡേ ബൈ ഡേ ഇങ്ങനെ വീക്കായി ഇപ്പൊ നല്ലോണം ആള് ഡൗൺ ആണ്. ഒരു എല്ലും തോലും പോലെ. ഫുഡൊക്കെ കഴിക്കണ വായിൽ കൂടെ ഒന്നും കഴിക്കില്ല, ഉള്ള ട്യൂബിൽ കൂടെ തന്നെ. ആൾക്ക് ഒരു ഉമ്മായുള്ള ഉമ്മാക്കും ഇതുപോലെ ഓർമ്മക്കുറവ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആങ്ങളമാര്. പക്ഷെ അവരും ഇതുപോലെ വന്ന് ചിലര് നമുക്ക് കാണുമ്പോൾ സന്തോഷം തോന്നും, കാരണം അവരെ വന്ന് നോക്കാനും അന്വേഷിക്കാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷെ ചിലരെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഈ പറഞ്ഞ കൂട്ട അവർക്ക് വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു പേഷ്യന്റ് ഇതുപോലെ ഒത്തിരി വീക്കായി കഴിയുമ്പോൾ നമ്മൾ അവരെ വിളിക്കും, ബൈസ്റ്റാൻഡേഴ്സിനെ. ഇങ്ങനെ പേഷ്യന്റ് വീക്കാണ്, നിങ്ങളൊന്ന് വന്ന് കാണാൻ, അത്രയും നമ്മൾ ആവശ്യപ്പെടണം. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അവർക്ക് എപ്പോഴും അവരുടെ ഫാമിലിയിലുള്ളവരെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതിന്റെ പേരിലായിരിക്കും നമ്മൾ ചിലപ്പോൾ മരിക്കാതെ അവർ കിടക്കുന്നതിന്റെ ഒരേ ഒരു കാരണം ആരെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ വിളിക്കുമ്പോൾ പോലും അവര് വരാൻ വില്ലിങ് അല്ലാത്തവര്. ഇവിടെ ഒരു പേഷ്യന്റ് ഡെത്ത് ആയിട്ട് നമ്മളൊരു 2 മണിക്ക് ഇവര് എനിക്കിപ്പോ എന്റെ ആരും അല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഒരു തിരിച്ചറിവാണ് പീസ് വാലി എല്ലാവർക്കും. ഇപ്പൊ എന്റെ മോള് 4 വയസ്സുണ്ട്. ആളെ ഇവിടെ ഞാൻ വരുമ്പോ മിക്കപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ഇവിടുത്തെ ഇൻമേറ്റ്സ് ഒക്കെ അറിയാം മോളെ പറ്റിയൊക്കെ. അപ്പൊ എന്നാ വെച്ചാൽ അവര് മനസ്സിലാക്കി വളരട്ടെ. ഇപ്പൊ നമ്മുടെ ആണെങ്കിലും ഫാമിലി കുട്ടികളൊക്കെ ഉണ്ട്, അവര് വരട്ടെ, ഇവരെ കാണട്ടെ, എന്താന്നറിയട്ടെ. ഒരു നാളിൽ ഇവരൊക്കെ ഇവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തോരാ. നാളെ അവരുടെ സിറ്റുവേഷൻ ഇപ്പൊ ഇവര് നല്ലത് ചെയ്തതുകൊണ്ടായിരിക്കാം പീസ് വാലിലെത്തിയത്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്നൊന്നും പറ്റില്ല. നമ്മളും വളർത്തുന്നുണ്ട്, മക്കളെ വളർത്തുന്നുണ്ട്, എന്താ എന്തിനാ ഏതിനാ ഒന്നും അറിയില്ല. അപ്പൊ എന്താന്ന് വെച്ചാ ഇവിടെ വന്നിട്ട് പോകുമ്പോ ഇപ്പൊ ഇവിടെ ഫിസിയോതെറാപ്പിക്കായിട്ടും EIC-യിലും പേരൻസ് വരുന്നുണ്ട്. അവിടുത്തെ ഒരു പേരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതാവസാനം വരെ ആ കുട്ടികളെ പറ്റിയിട്ട് ഒരിക്കലും അവർക്ക് സമാധാനമില്ല. കാരണം എന്താ, നോർമൽ ഒരു കുട്ടിയാണെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടെങ്കിലും പോവാം. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ എങ്ങനെയാ നമ്മള് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോവാ? അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ. എന്തേ ഇത് കാർത്തു ഇവിടുത്തെ എന്തോ കഴുത്തോ കിടത്തണോ? എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി. ഇത് കാർത്തന് ഇതുപോലെ ഓർമ്മക്കുറവാ. ആളൊരു 87 ഉണ്ട്. ഞാൻ പോണില്ല. ആളെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പിച്ചി പറിക്കും മാന്തൊക്കെ ചെയ്യും. ഈ പിള്ളേരുടെ കൂട്ടാ 6ലും 60ലും ഒരുപോലെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് അഴിച്ചുവിട്ട് അങ്ങ് പോവും, എല്ലാരെയും ഉപദ്രവിക്കാനും മാന്താനും പിച്ചാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് വയ്യ അവിടെ അങ്ങനെ ഇരുത്തേക്ക്. അവിടെ നിന്ന് ഇറങ്ങി പോരാൻ ആൾക്ക് അറിഞ്ഞൂടാ. എന്തോ
പാറുവമ്മ ഇവിടുത്തെ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആള് 97 ഉണ്ട്. പാറുകുഞ്ഞു. അപ്പൊ അവര് അവരുടെ കാര്യങ്ങൾ ചെയ്യും, കുളിക്കും, കഴിക്കും, അങ്ങനെ. നല്ല വിശേഷം. ആ ഇവരൊക്കെ ഇവിടെ 10 ബെഡുള്ള 10 ആളുള്ളവരാണ്. ഇവരറിയോ? അറിയോ? അറിയില്ലേ? ഇന്നെ കിടക്കണം സഗീർക്ക, പതിവില്ലാതെ. നല്ല വിശേഷം. കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാ വിശേഷം? പ്രായം പൊളിച്ചിരിക്കും. കണ്ടില്ലല്ലോ ഇവിടെ നിക്കണ. നമ്മള് കെയർ ടേക്കർ ടിജു ആണ് ഇവിടുത്തെ എല്ലാവരുടെയും കാര്യം നോക്കുന്നത്. കോണ്ടാക്ട് നമ്പറും ഷെയർ ചെയ്യണം. 7 ഫെസിലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലിയേറ്റീവ് ഇപ്പൊ നിലവിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പൊ പാലിയേറ്റീവിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റുന്ന രീതിയിലാണ് ആ രണ്ടാമത്തെ ഒരു ബിൽഡിങ്. ചിലപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ ഡെയിലി ഡയാലിസിസ് വേണ്ടവരായിരിക്കും. ചിലപ്പോൾ 9 ബെഡാ ഉള്ളേ, 4 സെക്ഷനായിട്ട് അങ്ങനെ. അത് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യാണ്. നന്മ ചാരിറ്റി ചേലക്കുളം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തില് ഏകദേശം 8 വർഷത്തോളമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തില് പെട്ടെന്നുള്ള ഒരു തീരുമാനപ്രകാരം നമുക്കിങ്ങനെ ഒരു പീസ് വാലിയിലെ ഒരു വിസിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആലോചിക്കുകയും ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒട്ടനവധി ആളുകളെ കൈകോർത്ത് പിടിക്കുന്ന പീസ് വാലി ഫൗണ്ടേഷനൊപ്പം നമുക്കും ഒരു പറ്റാവുന്ന നിലയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നന്മ ചാരിറ്റി ഇങ്ങനെയുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നതും അതിന് പീസ് വാലി ഫൗണ്ടേഷന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സും നമുക്ക് നൽകിയ സഹകരണവും ചെറുതല്ലാത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ജനകീയ കൂട്ടായ്മ എന്ന് പറയാവുന്ന ഏറ്റവും കൂടുതൽ യുവാക്കളും പൊതുസമൂഹത്തിലെ ആളുകളും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ചാരിറ്റി കൂട്ടായ്മയുടെ ഒരു ഏറ്റവും വലിയൊരു വിസിറ്റ് ആയിരിക്കും ഇന്ന് ഇവിടെ നടന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യന്റെയും മനസ്സും കരള് വലിയിപ്പിക്കുന്ന അത്ര എന്താ പറയാ, നമ്മളൊക്കെ എല്ലാവർക്കും നിന്നിരിക്കുന്ന ഒരു കഴിവുകളെ അനുസരിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്ന് തോന്നുന്ന പോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇതിന് നല്ലൊരു സഹകരണം നമുക്ക് നൽകിയ പീസ് വാലി ഫൗണ്ടേഷന് നന്മ ചാരിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്.